ഞാനിങ്ങനെ ഫ്രീ ആയിട്ട് ഇവിടെ വന്നിരുന്നപ്പോഴാണ് മറ്റൊരു കാര്യം ആലോചിച്ചത്. അതായത് നമ്മൾ മുന്നേ തുടങ്ങി വെച്ച ഒരു സെഗ്മെൻറ്റിൻ്റെ കാര്യം. കാനഡയിൽ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ജോലിക്ക് നോക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് മാക്സിമം സ്ഥലങ്ങളൊക്കെ കാണുക. കാരണം എപ്പോഴും നടക്കുന്ന ഒരു കാര്യമല്ലല്ലോ ഇങ്ങനെ ഒരു 6 months ഗ്യാപ്പൊക്കെ എടുത്ത് വന്ന് ഇവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ മെയിൻ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് സ്ഥലങ്ങൾ കാണാനായിരുന്നു. പക്ഷേ ഞാൻ ഇതിനെപ്പറ്റി ആലോചിച്ചു, ജോലി സാധ്യതകളും കാര്യങ്ങളൊക്കെ. കാരണം ഒരുപാട് പേര് പോസ്റ്ററൊക്കെ ഇടുന്ന് കാണാം, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലൊക്കെ വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ജോലി കിട്ടുമെന്ന്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം, എൻ്റെ ഒരു ഹോണസ്റ്റ് അഭിപ്രായം എന്ന് പറയുന്നത്, വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ഒരു ജോലി കിട്ടാനും ഒരു ജോലിക്ക് കയറാമെന്നുള്ള മോഹമായിട്ട് പെട്ടെന്ന് ആരും ഇങ്ങോട്ട് വരണ്ട. ഒന്നാമത് ഇവിടുത്തെ റൂൾസ് കാര്യങ്ങളൊക്കെ ചേഞ്ചായി. ഇപ്പോൾ അറിയാമല്ലോ, സ്റ്റുഡൻസിൻ്റെ കാര്യമായാലും. അപ്പോൾ റൂൾസൊക്കെ ചേഞ്ച് ആവണതിൻ്റെ ഭാഗമായിട്ടും അതുമാത്രമല്ല, ഇവിടെ ഏതൊരു ജോലിക്ക് അപ്ലൈ ചെയ്താലും ആദ്യം അവർ ചോദിക്കുന്ന കാര്യം വർക്ക് പെർമിറ്റ് ഉണ്ടോയെന്നാണ്. വർക്ക് പെർമിറ്റ് ഇല്ലാണ്ട് ഇവിടെ ആരും ഇൻ്റർവ്യൂ പാസ്സായാൽ പോലും നെക്സ്റ്റ് ലെവലിലേക്ക് പ്രോസസ്സ് ചെയ്യില്ല. ഇങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അതായത് ഞാൻ കണ്ടും കേട്ടും വെച്ചിട്ട് എനിക്ക് ഇങ്ങനെയാണ് മനസ്സിലായത്. ഞാനിപ്പോൾ സർവീസ് ഒൻറ്റാരിയോയിൽ പോയി, സർവീസ് കാനഡയിൽ പോയി അന്വേഷിച്ചു. എല്ലായിടത്തും ഒരേ ഒരു കാര്യം പറയുള്ളൂ, വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യുന്നൊരു നിയമസാധ്യതയുമില്ല, അങ്ങനെ ഒരു ഓപ്ഷൻ കിട്ടാനും വഴിയില്ല. പിന്നുള്ളത് ഈ ക്യാഷ് ജോബും കാര്യങ്ങളൊക്കെയാണ്. ക്യാഷ് ജോബ് ചെയ്യണോണ്ട് തെറ്റില്ല, പക്ഷേ അതൊരു പ്രോപ്പർ വേ അല്ലല്ലോ, ഒരു ലീഗൽ പ്രോപ്പർ വേ അല്ല. അല്ലാണ്ട് വിസിറ്റിംഗ് വിസയ്ക്ക് വന്നിട്ട് ജോലി കിട്ടണവരെന്ന് പറയുന്നവർ ചിലപ്പോൾ പൈസ കൊടുത്തിട്ടോ അല്ലെങ്കിൽ അങ്ങനെ വേറെ ഏതെങ്കിലും മാർഗം വഴി LMI ജോബ്സൊക്കെ കിട്ടിയിട്ടുള്ളവരായിരിക്കാം. പിന്നെ എൻ്റെ ഇതെന്ന് പറയുന്നത്, ഞാൻ അഡ്മിൻ HR ആയിട്ടല്ല വർക്ക് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ടെക്നിക്കൽ സ്കിൽഡ് ജോബ്സൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഒരു രീതിയിൽ കിട്ടാത്തൊരു പൊസിഷൻ പെട്ടെന്ന് കിട്ടാനും അങ്ങനെ വിസിറ്റിംഗ് വിസ മാറ്റി വർക്ക് പെർമിറ്റ് ആക്കാനൊക്കെ സാധ്യതയുണ്ടാവും. പക്ഷേ ഒരു അഡ്മിൻ ജോബ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നോ രക്ഷ. ഈവൻ സ്കിൽഡ് ആയാൽ പോലും ചാൻസസ് ആർ വെരി ലെസ് അതൊരു വിസിറ്റിംഗ് ട്രാൻസ്ഫറായി ജോലി കിട്ടി ഒരു വർക്ക് പെർമിറ്റ് കിട്ടാന്നുള്ളതൊക്കെ നടക്കുന്ന കാര്യമല്ല എളുപ്പത്തിലൊന്നും. ഓക്കെ, അപ്പം ഇതാണ് എൻ്റെ ഒരു അപ്ഡേറ്റ്. ഞാനും ഈ വിസിറ്റിംഗ് വിസ എടുത്ത് ഇങ്ങനെ വന്ന് ചുമ്മാ സ്ഥലങ്ങൾ കാണാം, യാത്ര ചെയ്യാം, അങ്ങനെയൊക്കെ വരാൻ നല്ലതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഈ അപ്ഡേറ്റ് തന്നേക്കണെയാണ് നമ്മുടെ വിസിറ്റിംഗ് വിസയും കാര്യങ്ങളൊക്കെ. അതല്ലാണ്ട് എൻ്റെ ചാനൽ നിങ്ങൾ കയറി നോക്കുവാണെങ്കിൽ നമ്മുടെ കാനഡ മഞ്ഞ് കുളിച്ച് നിൽക്കുന്ന പിക്ചേഴ്സും വീഡിയോസും, അതേപോലെ മഞ്ഞില്ലാത്ത ടൈമിൽ എങ്ങനെയാണെന്നുള്ളതും, പിന്നെ ഞാൻ എവിടെ താമസിച്ചത്, ഞാൻ അവിടെ പോയിട്ട് എങ്ങനെയൊക്കെയാണ് എൻ്റെ ഡേയ്സ് പ്ലാൻ ചെയ്തത്, ഏതൊക്കെ ലൊക്കേഷനിലാണ് പോയത്, അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ഹോം ടൂറ്, നമ്മുടെ ഗാർഡൻ, നമ്മുടെ പൂളുള്ള വീടായിരുന്നു ഞങ്ങളുടെ. അപ്പോൾ ആ പൂളിൻ്റെ വീഡിയോസ്, പിന്നെ നമ്മൾ ആ ഗവക്കിനിയൻ, അതേപോലെ വേറൊരു ഷിപ്പിലൊക്കെ പോയ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുന്നതോട് കൂടിയിട്ട് നിങ്ങൾക്കും ഇതേപോലെ വിസിറ്റിംഗ് വിസയ്ക്ക് എടുത്ത് പോകണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ഞാൻ എൻ്റെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങൾ കവർ ചെയ്യാം. ആ ടൈപ്പ് ഫുഡൊക്കെ ഒന്ന് കഴിച്ചു നോക്കാം. അതൊക്കെ അവിടുത്തെ സ്പെഷ്യൽ സാധനങ്ങളാണ്. അതേപോലെ തന്നെ അവിടുത്തെ ഫെസ്റ്റിവൽസ്, ഈവൻ ക്രിസ്മസ് ആയാലും, അതേപോലെ പംകിൻ കാർവിങ് ഡേ ഉണ്ട് നമ്മുടെ ഹാലോവിൻ ഡേയ്സിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോസ് എല്ലാം ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ കയറി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അവിടെ പോയി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ പോകണം, എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ കാണണം എന്നുള്ളതൊക്കെ. അപ്പോൾ അവിടെ പോകാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നവർ ഈ വീഡിയോ കണ്ടിട്ടൊക്കെ പോയിക്കോ, കുറച്ച് ഇൻഫോ ഒക്കെ കിട്ടും. അവിടെ പോയിട്ട് എങ്ങനെ ബിഹേവ് ചെയ്യണം, ചില ഏരിയാസിൽ എന്തൊക്കെ റൂൾസൊക്കെ നമ്മൾ ഫോളോ ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ ഡെയിലി വ്ലോഗൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടുത്തെ റിസർവേഷൻ പാർക്കിനെ കുറിച്ചിട്ടും റൂൾസിനെ കുറിച്ചിട്ടും എല്ലാം. അങ്ങനെയാണ് ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യണത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഹെഡ്സപ്പ് തരാനാണ്, എൻ്റെ ചാനലിൽ എന്തൊക്കെ ഉണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണാം. ഇഷ്ടപ്പെടുന്നവരൊക്കെ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.